ആലപ്പുഴയിലെ 7ാം ക്ലാസ്സുകാരന്റെ ആത്മഹത്യയിൽ കേസെടുത്തു. ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരം 2 അധ്യാപകർക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത്. ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരമാണ് കേസ്. വിവരങ്ങളുമായി നിഷ ദിലീപ് ചേരുകയാണ്. നിഷ, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് ഇത്തരത്തിൽ ഒരു 7ാം ക്ലാസ്സുകാരൻ ആത്മഹത്യ ചെയ്യുന്നത്. ആലപ്പുഴയിലെ ഈ 7ാം ക്ലാസ്സുകാരന്റെ ആത്മഹത്യയിൽ ഇപ്പോൾ കേസെടുത്തിരിക്കുന്നു എന്ന വിവരമാണ് പുറത്തുവരുന്നത്. ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരം 2 അധ്യാപകർക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത്. ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരമാണ് കേസ്. വിവരങ്ങളുമായി നിഷ ദിലീപ് ചേരുന്നുണ്ട്. നിഷ, കഴിഞ്ഞ ദിവസമാണ് 7ാം ക്ലാസ്സുകാരൻ ആത്മഹത്യ ചെയ്യുന്നത്. ഇപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കേസെടുത്തിരിക്കുന്നു. വിശദാംശങ്ങൾ. ആലപ്പുഴയിലെ 13 വയസ്സുകാരന്റെ മരണവുമായി ബന്ധപ്പെട്ട് ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരമാണ് ഇപ്പോൾ 2 അധ്യാപകർക്കെതിരെ കേസെടുത്തിട്ടുള്ളത്. കായിക അധ്യാപകനായ ക്രിസ്തുദാസ്, അധ്യാപിക രമ്യ എന്നിവർക്കെതിരെയാണ് മണ്ണഞ്ചേരി പോലീസ് കേസെടുത്തത്. ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരവും വടികൊണ്ട് തല്ലിയതിനുമാണ് കേസ്. അതുകൊണ്ട് തന്നെ ജാമ്യമില്ലാ വകുപ്പുകളാണ് ചുമത്തിയിട്ടുള്ളത്. കാരണം ഇനി അന്വേഷണം പുരോഗമിക്കുമ്പോൾ മാത്രമായിരിക്കും ഇതിൽ ഒരു പ്രേരണ കുറ്റം ചുമത്തുക. കാരണം വടികൊണ്ട് ഈ കുട്ടിയെ തുടർച്ചയായി മർദ്ദിച്ചു എന്ന് പറയപ്പെടുന്നുണ്ട്. കാരണം ഇവനെ മാനസികമായി കുട്ടിയെ പീഡിപ്പിക്കുന്ന രീതിയിൽ തുടർച്ചയായി രാവിലെ ഈ സംഭവം ഉണ്ടായി. രാവിലെ ഈ കുട്ടി മറ്റൊരു കുട്ടിയുമായി വെള്ളം കുടിക്കാൻ പോയി, ക്ലാസ്സിൽ കണ്ടില്ല. അതിന്റെ പേരിലാണ് അടിച്ചതും ഒപ്പം തന്നെ മാനസികമായി ഇവനെ പീഡിപ്പിച്ചതും ശരീരപരിശോധന നടത്തിയതുമല്ല. തുടർന്ന് ഈ വൈകിട്ട് സ്കൂൾ വിടുന്ന സമയം വരെ തുടർച്ചയായി പല അധ്യാപകർ വന്നു. ഈ ആരോപണ വിധേയരായ 3 അധ്യാപകരും കുട്ടിയെ പല രീതിയിൽ മാനസികമായും ശാരീരികമായും പീഡിപ്പിക്കുന്ന രീതിയിൽ പെരുമാറി എന്നും പിതാവിന്റെ പരാതിയിലുണ്ട്. ഇക്കാര്യങ്ങളെല്ലാം തന്നെ അന്വേഷിക്കും. അതുകൊണ്ട് അന്വേഷണ പുരോഗതിയുടെ അടിസ്ഥാനത്തിൽ മറ്റു വകുപ്പുകൾ കൂടി ചുമത്തുമെന്നാണ് പോലീസ് അറിയിച്ചിട്ടുള്ളത്. ഫെബ്രുവരി 15-നാണ് ആലപ്പുഴയിലെ കാട്ടൂരിലെ 13 വയസ്സുകാരൻ പ്രജിത്ത് സ്കൂൾ വിട്ടുവന്ന ശേഷം യൂണിഫോം പോലും മാറാതെ വീടിനുള്ളിൽ തൂങ്ങി മരിച്ചത്. ക്ലാസ്സിൽ താമസിച്ചെത്തിയതിന് അധ്യാപകരുടെ ശിക്ഷാ നടപടിയിൽ മനംനൊന്താണ് മകൻ ആത്മഹത്യ ചെയ്തതെന്ന് ബന്ധുക്കൾ എന്ന് പിതാവും മുഖ്യമന്ത്രിക്കും SP-ക്കും ഒക്കെ പരാതി നൽകിയിട്ടുണ്ട്. സ്കൂളിലെ സഹപാഠികളുടെയും മൊഴിയും ഇപ്രകാരം തന്നെയാണ്. നേരത്തെ ഈ 3 അധ്യാപകരെ സ്കൂൾ മാനേജ്മെന്റ് സസ്പെൻഡ് ചെയ്തിരുന്നു. അതിൽ 2 അധ്യാപകർക്കെതിരെയാണ് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തിട്ടുള്ളത്. 7ാം ക്ലാസ്സുകാരന്റെ ആത്മഹത്യയിൽ കേസെടുത്തിരിക്കുന്നു. ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരം 2 അധ്യാപകർക്കെതിരെയാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരമാണ് കേസ്.